താങ്കളുടെ ഞാൻ അങ്ങോട്ട് വരാം. കോർപ്പറേറ്റ് സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്ന പറഞ്ഞല്ലോ ഇപ്പോൾ കമ്പനികൾ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് അവർക്ക് പറഞ്ഞ പോലെ അവർക്കൊരു എൻട്രി ഉണ്ടാവും, ഒരു എക്സിറ്റും ആലോചിക്കുന്നുണ്ടാവും. ഇത് വാങ്ങുക, എന്താ പറയുക, ഡെവലപ്പ് ചെയ്യുക, വിൽക്കുക, അതാണ് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചാർജ് കൂടും. പിന്നെ നമ്മൾ പറയും ഇപ്പോൾ അത് പോട്ടെ, പിന്നെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം പാസ്സാക്കി, ഇവിടെ നമ്മുടെ സർക്കാർ പാസ്സാക്കി. അപ്പോൾ അതിൽ സെക്ഷൻ 30 റൂൾ 19 പറയുന്നുണ്ട്, നിങ്ങളെല്ലാ സാധനങ്ങളിലും ട്രീറ്റ്മെൻറ്റ് സാധനങ്ങൾ മുഴുവൻ എക്സിബിറ്റ് ചെയ്യണം, മലയാളത്തിലും ചെയ്യണം, ഇംഗ്ലീഷിലും ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിച്ചു, ഈ കുസാരിലെ ലോ കോളേജ് ടീച്ചർമാരും ഞങ്ങളുടെ ചികിത്സാ നീതിയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഈ നിയമം വല്ലാണ്ട് മുന്നോട്ട് പോകില്ല എന്നുള്ള ാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ചാർജ് കുറയാൻ പോകില്ല, എക്സിബിറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ കൂട്ടി തന്നെ എക്സിബിറ്റ് ചെയ്യുള്ളൂ, കൂടുതൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ നിയമം ലംഘിച്ചാൽ പിടിക്കാൻ പറ്റില്ലേ? അതിന് മേലെയാണെങ്കിൽ മാത്രമല്ല, അത് തീരുമാനിക്കുന്നത് അത് ഹോസ്പിറ്റലിലാണ് തീരുമാനിക്കുന്നത്. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.